റെഡി ആയിട്ടോ. കമ്മൽ നല്ല രസമല്ലേ? ഇത് എഡോ ബൈ പ്രിയങ്ക എന്നുള്ള കമ്മലാണ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ സെറ്റ് പാൻസ് തന്നെയാണ്. ഈ ഒരു ചെരുപ്പ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഇട്ടിട്ട് വന്ന ആ സ്നീക്കേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടോപ്പ് മാത്രം വേറെ. ഇന്നിപ്പോ നല്ല മഴക്കാറ് കാണാനുണ്ട്. മഴ പെയ്യോന്ന് അറിയില്ല, പക്ഷെ അതുകൊണ്ട് വെയിലും ഇല്ല കേട്ടോ. നമുക്ക് സ്വസ്ഥമായിട്ട് പോയി വരാൻ പറ്റും. ഞാൻ എന്തായാലും മുടിയൊക്കെ നല്ല ടൈറ്റായിട്ട് മെടഞ്ഞിട്ടിട്ടുണ്ട്. സ്വസ്ഥമായിട്ട് നമുക്ക് നടക്കാം. നമുക്ക് പോവാന്നാ. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ടെമ്പിൾ വിസിറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമുക്ക് കേബിൾ കാർ വഴി പോയിട്ട് ഒരു ടെമ്പിൾ വിസിറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് നടന്നില്ലല്ലോ. അതിന് പകരമായിട്ട് തന്നതാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ലിസ്റ്റിലുള്ളതല്ല, അതായത് ഈ കൈരളി ട്രെയിൽസിൻ്റെ ആ 20 ഡെസ്റ്റിനേഷൻസിലുള്ളതല്ല. മറ്റേത് നടക്കാത്ത കാരണം അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നാൽ നല്ല സ്വീറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇവിടുത്തെ പൂജകളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളതാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല രസമാണ് ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട്. ഇത് മേളിലും താഴെയായിട്ടാണ് കേട്ടോ ഉള്ളത്. താഴെ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആണ്, കാമാണ്. അതായത് നമ്മൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫുൾ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ടിപ്പിക്കൽ അവരുടെ ഒത്തൻറ്റിക് ഡ്രസ്സിങ്ങിലുള്ള ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. വെഡ്ഡിങ് ലൈക്ക് ക്രിസ്ത്യൻ വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അതിലൊരു കുട്ടിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എന്തൊരു സ്വീറ്റ് ആൻഡ് കൈൻഡാന്ന് അറിയാം. അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ പോയി ചോദിക്കും ഒരു സെൽഫി എടുത്തോട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമില്ല, എടുത്തോളൂ എന്ന് പറയും. അവരുടെ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമല്ലേ. അപ്പം നമുക്കും കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പിന്നെ ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ഒരുപാടുണ്ട്. ഇവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു തരത്തിലും റെസ്ട്രിക്ഷൻസും ഈവൻ ഡ്രസ്സിങ്ങിലും വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആക്ച്വലി ഷോർട്ട് സ്കേർട്ട്സും അലൗഡാണ് ഇവിടെ. അങ്ങനെ പിന്നെ അവിടെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പോലെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറ്റി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ നമ്മൾ എത്തിയത് മോസ്കിലാണ്. അപ്പോൾ ഈ മോസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസ് അല്ലാത്ത സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ നമ്മൾ ഫുൾ കവേർഡ് അല്ല, മുടി മറിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഡ്രസ്സ് തരും. അപ്പോൾ അതിടാം. അതിട്ടിട്ട് നമുക്ക് പോവാം കേട്ടോ. ഇത് അവിടുത്തെ മെയിൻ മോസ്കാണ്. ഇത് അവിടുത്തെ എനിക്ക് തോന്നുന്നു ഡെസ്റ്റിനേഷൻസിലെ മെയിൻ ഒരു ഡെസ്റ്റിനേഷനാണ്. ഒരുവിധം എല്ലാവരും ഇവിടെ വരുന്നുണ്ടാവും കാണാനായിട്ട്. വലിയൊരു പൂൾ ഉണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചാർണത് ഇങ്ങനെ വീഴുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഇവിടുത്തെ മലേഷ്യയിലത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും. അങ്ങനെ എൻ്റെ ശബ്ദമൊക്കെ കംപ്ലീറ്റ്ലി പോയിരിക്കുക, നല്ല കോൾഡാണ്. പിന്നെ മോസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വലിയ സ്പേസ് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് വന്ന് അവിടെയും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ ഓപ്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ട്. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസാണ്. അങ്ങനെ നമ്മൾ അതും കണ്ടിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു തമിഴ് ഹോട്ടലാണ്. കുറേ നോൺ വെജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോൺ വെജിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഞങ്ങളിത് 3 ആളും കൂടി ഒരുമിച്ച് ഷെയർ ചെയ്താണ്. വെണ്ടക്കായ പച്ചയല്ല കേട്ടോ, അത് വാട്ടിയതാണ്. പക്ഷെ എന്നാലും എനിക്ക് തീരെ ഇഷ്ടമാകില്ല കേട്ടോ. അത് ഭയങ്കര ഒരു ടേൺ ഓഫ് ആയിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊരു കുഞ്ഞ് ഭാഗം മാത്രം എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ കിറ്റ്കാറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഐസ്ക്രീം ട്രൈ ചെയ്യണത്. അതും അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ആ ഒരു ചോക്ലേറ്റി ടെക്സ്ചറും ഉള്ളിലത്തെ ആ ഒരു വാനില കൈൻഡ് ഓഫ് ഫ്ലേവറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ചോക്ലേറ്റ്സ് ടേസ്റ്റ് ചെയ്യാൻ തരും. അയ്യോ, അത് നമുക്ക് ഓൾറെഡി ഇത്രയും ഫുഡ് കഴിച്ച കാരണം എനിക്ക് അധികം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും രസമുണ്ടായിരുന്നു. അത് ജസ്റ്റ് കണ്ടുവരാം. ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഞാനത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് വരുന്ന ചോക്ലേറ്റ് കഴിച്ചിട്ട് പോരാ, അതായിരിക്കും നന്നാവുക. പിന്നെ ഇത് അടുത്ത ഒരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് വരിക, ഇത് കാണുക, ഫോട്ടോ എടുക്കുക, അത്ര തന്നെയുള്ളൂ. ഇത് KL ടവർ എന്ന് പറഞ്ഞിട്ട് മലേഷ്യ. അപ്പോൾ നമുക്കിത് ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ.
പിന്നെ അടുത്തതേക്ക് നമ്മൾ ട്വിൻ ടവറിൻ്റെ അവിടേക്ക് തന്നെ വന്നു. അത് ഡേ ടൈമിൽ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ നല്ല ടയേർഡായി, എനിക്ക് പീരീഡ്സ് ഒക്കെ ആയിട്ട് നല്ല വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി മിഞ്ഞാന്ന് രാത്രി ഓൾറെഡി ട്വിൻ ടവർ കണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ അകത്ത് തന്നെ ഇരുന്നു കേട്ടോ. കുറേ പേര് എല്ലാവരും കുറേ പേരല്ല വണ്ടിയിൽ, ബാക്കി എല്ലാവരും ഇറങ്ങി അവിടെ ട്വിൻ ടവറൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അടുത്തത് വന്നിരിക്കുന്നത് അക്വേറിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് നമ്മൾ തന്നെ പേ ചെയ്യണം. അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടവർക്ക് ഇവിടേക്ക് വരാം. 70 റിംഗറ്റ്, അതായത് നമ്മുടെ ഏകദേശം ഒരു 1000 രൂപ ഒരാൾക്ക് വരും കേട്ടോ. നമ്മൾ കുറച്ച് പേരാണ് വന്നത്, കുറച്ച് പേര് വന്നില്ല. വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ, എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്കത്ര എൻ്റെ ടേസ്റ്റ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കത്ര വർത്തായിട്ട് തോന്നിയില്ല. ഈ സമയം വേറെ വല്ല കാര്യത്തിന് നമുക്ക് പോവായിരുന്നു. കാരണം ഇങ്ങനത്തെ അക്വേറിയം ഇത്രയും വലിപ്പത്തിലല്ലെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ വേർഷൻ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും ഈ എക്സിബിഷൻസ് ആയിട്ട് വന്നിട്ടും, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ തൃശ്ശൂർ ചാവക്കാട് ഭാഗത്ത് എവിടെയും ഉണ്ടല്ലോ ഇങ്ങനത്തെ അക്വേറിയം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൂടി നന്നാവാം വല്ല സ്ട്രീറ്റ് ഷോപ്പിങ്ങോ അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ വല്ല മോൾസോ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പോവാം. പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. നമുക്കാണെങ്കിലും ഫിഷും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണെങ്കിൽ കാണാം. കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ പക്ഷെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിങ്ങിൽ തന്നെ, അതായത് ഈ ട്വിൻ ടവറിൻ്റെ അവിടെ തന്നെ അവിടേക്ക് തന്നെ നമുക്ക് നടന്നു വരാം, ഈ അക്വേറിയത്തിന് അവിടെ നിന്ന്. എന്നിട്ട് നമുക്കിവിടെ മോളുണ്ട്. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് തീർക്കാം. ഈ മോള് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പോഷായിട്ടുള്ള മോളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ കാണാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിനോടൊക്കെ വണ്ടി തിരിച്ചു പോയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഹോട്ടലിലേക്ക് തിരിച്ചു കൊണ്ടാക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചു ഹോട്ടലിൽ തിരിച്ച് പോകണ്ട, ഇവിടെ കുറച്ചുകൂടി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയില്ല കേട്ടോ. അങ്ങനെയും നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇതിനനുസരിച്ചിട്ട് തന്നെ എല്ലാ സ്ഥലത്തും പോകണമെന്നൊന്നുമില്ല. നമുക്ക് വേറെ ഡെസ്റ്റിനേഷൻ പോകണമെങ്കിൽ പോവാം, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേ ഇപ്പോൾ നമ്മൾ അവിടെ മോളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ട്വിൻ ടവറിലെ മോളിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്വിൻ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്ര വലിയ പോഷ് സ്ഥലമാണ്. അപ്പോൾ നല്ല എക്സ്പെൻസീവ് ആവും. സുറിയ KLCC മോളാണ് കേട്ടോ. പക്ഷെ രസമുണ്ടായിരുന്നു കണ്ട് നടക്കാനായിട്ട്. നമുക്കിങ്ങനെ ബാഗ്സൊക്കെ, ലക്ഷറി ബാഗ്സൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ നിറയെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ഥലത്തെത്തി കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. ഇവരുടെ ഒത്തൻറ്റിക് ഡിഷാണ്. ഈ ഇലയിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഉള്ള ഡിഷ്, ചിക്കനും മീനും ഒക്കെ ഉണ്ട്. അയ്യോ എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബേസിക്കലി മധുരമാണ്. നമുക്ക് കൂടുതൽ ഇപ്പോൾ ഈ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും നമുക്ക് സ്പൈസി ആണെങ്കിൽ സ്പൈസി അതല്ല ഇഷ്ടം. ഈ സ്പൈസി മധുരവും കൂടിയിട്ട് വരുമ്പോൾ ഒരു വിയേർഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോറ്, മീൻ, പിന്നെ ഒരു സൂപ്പ് പോലത്തെ സാധനം, അത് ഇവരുടെ ഒത്തൻറ്റിക് ഡിഷ് ആയിട്ടുള്ള അത് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിലെന്താ വെച്ചാൽ മീനിൽ നമുക്ക് മസാല പോലെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് എനിക്കിഷ്ടമായി. പക്ഷേ ഈ ഡ്രിങ്ക് ഉണ്ടല്ലോ, ഇതൊരു അവരുടെ ഒരു പച്ചിലയുടെ ഒരു ഡ്രിങ്കാണ്. അതും എനിക്കത്ര വർക്കായില്ല. എന്നിട്ട് ഞങ്ങൾ വരണ വഴിക്ക് സെഫോറ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെഫോറയിൽ കയറി. ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ കണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പം അമ്മ പറയായിരുന്നു ഇത്രയും സ്ഥലത്ത് പോയിട്ട് കാണാത്തൊരു സന്തോഷമാണ് ഇവിടെ എത്തിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ സെഫോറയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് പൊട്ടി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഫ്രീ ബാഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതെടുത്തു. അങ്ങനെ നമുക്ക് സന്തോഷമായി. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഓൾറെഡി ഒരു മോള് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ സുങ്കി വാങ് പ്ലാസ. അതൊരു ചീപ്പായിട്ടുള്ളൊരു മോളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടേക്കൊന്ന് കയറാം. പക്ഷെ അപ്പോഴേക്കും എന്താ വെച്ചാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അനിയൻ പറഞ്ഞു 1/2 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ നിൽക്കരുത്, കാരണം ചാർജ് തീർന്ന് തിരിച്ച് നമുക്ക് നടന്നു പോകാനുള്ള വഴി അറിയില്ല. പക്ഷെ അതൊരു നഷ്ടമായിപ്പോയി. അത്രയും നേരം നിൽക്കാൻ പറ്റാതെ അത്ര അടിപൊളി മോളായിരുന്നടാ. അപ്പം എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഈ മോളിലേക്ക് വന്നാൽ മതി. ഇവിടെയാണെങ്കിൽ ഇത് കണ്ടോ, റിംഗറ്റ് 15 നമുക്കിങ്ങനെ ടോപ്സ് കിടക്കണ കാണാം. ഈ പച്ച ടോപ്പ് ഞാൻ മേടിച്ച് ഇതെങ്കിൽ ഞാൻ എടുക്കുക. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ഇതൊരു നല്ല ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. ആ വലിയ മോളിൽ ഇങ്ങനെ പട്ടിയെ പോലെ നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇവിടേക്ക് നേരെ വന്നാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കി. ഹലോ, ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ തിരിച്ചെത്തി. ഞാൻ വിചാരിച്ചു വേഗം ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അതല്ലെങ്കിൽ പിന്നീട് കറബറാന്നൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മിസ്സായി പോയി കഴിഞ്ഞാൽ പാടല്ലേ. നമ്മൾ ലാസ്റ്റത്തെ ഒരു മോളിൽ പോയില്ലേ, അതായിരുന്നു കേട്ടോ ഏറ്റവും നല്ല മോള്. പക്ഷെ തിരിച്ചെത്താൻ ഇത്തിരി ധൃതി ഉണ്ടായിരുന്നു, കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണിൻ്റെയും ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മാപ്പിൽ വഴി നോക്കി നടന്നു വരാൻ വേണ്ടിയിട്ട്
ഇൻ കേസ് അത് ചാർജ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പാടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അത്രയും നമുക്കിവിടെ പരിചയമില്ലല്ലോ, ഭാഷയാണെങ്കിലും നമുക്ക് അത്ര അറിയൂല അവിടുത്തെ. അങ്ങനെ അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനും ഭയങ്കര ബഹളം വെച്ചു. അവൻ പറഞ്ഞില്ലല്ലോ വേഗം പോവാന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അത് ഭയങ്കര അടിപൊളി മോളായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി എനിക്കിതേ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിലക്കുറവുണ്ട്. അവിടെ 19 റിങ്കറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു അഫോർഡബിൾ റേറ്റിലേക്ക് വരും. അപ്പോൾ ഞാൻ ഏകദേശം കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിനാണെങ്കിൽ ഒരു 650-700 റേറ്റിലാണ് വരിക. പക്ഷെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇത്ര ഒരു റേറ്റിന് കിട്ടാൻ ഇത്തിരി പടരും. കാരണം ഇതിൻ്റെ പാറ്റേൺ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പർബായിട്ടുണ്ട് കേട്ടോ. എനിക്ക് സ്ലീവ്സും ഒക്കെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. നമ്മൾ ഈ ഷീനിലൊക്കെ കാണുന്ന ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ചിലപ്പോൾ ഞാൻ നാളെ ഇതിൻ്റെ ഇടുമായിരിക്കും. ഇല്ല കേട്ടോ, നാളെ എനിക്ക് വേറെ ഉണ്ട്. ഇതിന് 342. ഞാൻ ഇവിടുത്തെ ഒരു കണക്കിലാട്ടെ അഫോർഡബിളാന്ന് പറഞ്ഞ്. ഇങ്ങനത്തെ നമുക്ക് പിന്നെ ആമസോണിലും അതിലൊക്കെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പാറ്റേൺ എനിക്കിഷ്ടമായി, താഴത്തേക്ക് ഇങ്ങനെയായിട്ട്. ഇത് ഭയങ്കര അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും അത് 600-700 റേറ്റിൽ വരുന്നതാണ്. അല്ല, ഇതും ഇതിൻ്റെ കൂടെ ഒരു സാധനം വരുന്നുണ്ടടാ, ഭയങ്കര അടിപൊളിയാവും. ഇതാണ് ഡ്രസ്സ്. ഇതിൻ്റെ തലയും വാലും തുമ്പൊക്കെ എവിടെ ഭഗവാനെ. ഇത് എങ്ങനെ ഇടും ഇത്? നല്ല രസമുണ്ടാവും കേട്ടോ. പാർട്ടി നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ് വരുമ്പോൾ ഇടാച്ചിട്ടാണ്. പിന്നെ ഇതെങ്ങനെയോ ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ വരും. നല്ല അടിപൊളി ആൾക്കാരുമായിരുന്നു അവിടെ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമുക്ക് ഔട്ട്ഫിറ്റിൽ മേടിച്ചത്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ചൈന ടൗണിൽ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് കറബറ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഇത് ഞാൻ പീരിയഡ്സായി അയ്യോ നല്ല വയറുവേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ മോളും അതേപോലെ കുറേ നടന്നു കേട്ടോ. ഞങ്ങൾ മെട്രോയിൽ വന്നിട്ട് തിരിച്ചാണെങ്കിലും കുറേ നടന്നു. എനിക്ക് തോന്നുന്നു ഇന്നാണ് നമ്മൾ ഏറ്റവും അധികം ശരിയാണ്, ഇന്നലെ ടെമ്പിളിൽ പോയപ്പോൾ അത്യാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നും നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ ചെരുപ്പ് എന്നെ രക്ഷിച്ചു. ഒരു വൈറ്റ് കളറിലെ ചെരുപ്പില്ലേ, അത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇട്ട് നടക്കാനായിട്ട്. ഞാൻ ശരിക്കും അതെന്താ കൊണ്ടുവരാൻ കാരണം വെച്ചാൽ അത് പഴയ ചെരുപ്പാണ്. അത് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ് മുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടേക്ക് വരുമ്പോൾ എന്തായാലും മിക്കവാറും ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റിൻ്റെ ഇഷ്യൂ വരികയാണെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഭയങ്കര വിലക്കുറവിൽ മേടിച്ചതുമാണ് അത്. കുറേ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ ഇപ്പം എന്തോ എനിക്ക് അത്ര മനസ്സ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ മേടിച്ചു കേട്ടോ. ഞാൻ ആകെ ഒരു പാഡ് ഒറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഓൾറെഡി പീരിയഡ്സ് ആയ സമയത്ത് വെക്കുകയും ചെയ്തു. ഇവിടുത്തെ ഡൈപ്പർ നല്ലതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൈപ്പറാണ്. സ്മോൾ സൈസ് ആണ് മേടിച്ചത്. പക്ഷെ ഇവിടുത്തെ സ്മോൾ സൈസ് എനിക്ക് കുറച്ച് ടൈറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി വളരെ പെറ്റൈറ്റ് ആയിട്ടുള്ള ആളുകളല്ലേ. എനിക്ക് ഇത് ഞാൻ പറയാം, എനിക്ക് വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ കുറച്ച് ബാക്കും ഫ്രണ്ടൊക്കെ സെറ്റായി. അപ്പോൾ അവരുടെ ഒരു സൈസിൽ കുറച്ച് മാറ്റമുണ്ട്. ഫ്രണ്ട് അധികം ഇല്ല കേട്ടോ, പക്ഷെ ബാക്ക് വലിയ വ്യത്യാസം ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണം. കുറച്ച് വ്യത്യാസം വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് വണ്ണവും വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വ്യത്യാസം ഉള്ളതിനാൽ എനിക്ക് ഡൈപ്പർ ടൈറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അഹങ്കാരം. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കോണുകൊണ്ടുള്ള ഇതാന്നാ പറയണത്. പാൻറ്റി ലൈനറാണ് കേട്ടോ. കുഞ്ഞി പാഡ്, ചെറിയ പാഡ്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എത്ര റിങ്കറ്റ് ഉണ്ട് ഇപ്പം ഇതിൽ നോക്കിയിട്ട് കാണാനില്ലടാ. ഇതൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഭയങ്കര പോപ്പുലറായിട്ട് ഞാൻ കുറേ കടകളിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ഐ മാസ്ക് ഇതൊന്നും ഞാൻ തുറന്നിട്ടില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനത്തെ കുറച്ച് ഐ മാസ്കുകൾ മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഐ മാസ്ക് മേടിച്ചിട്ടുള്ളത്. സൺസ്ക്രീൻ പറഞ്ഞാൽ ഇവിടുത്തെ എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചത്. ഇത് 16 റിങ്കറ്റാണ് കേട്ടോ ഉള്ളത്. 16 റിങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിലുള്ളതാണ് കേട്ടോ ഞാൻ നോക്കി മേടിച്ച്. ഏകദേശം ഒരു 288. കുറേ ഷീറ്റ് മാസ്ക് മേടിച്ചു. ഇത് ഞാനൊരു ബ്രാൻഡിൻ്റെ മേടിച്ചു. ഇങ്ങനത്തെ തന്നെ ഞാൻ വേറെ ബ്രാൻഡിൻ്റെ മേടിച്ചിട്ടുണ്ട്. എഗെയിൻ ഇത് ഐ മാസ്ക് ആണ്. ഇത് നല്ല ഗിഫ്റ്റ് കൊടുക്കാമെന്നുള്ള രീതിയിൽ എനിക്ക് ഉപയോഗിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ഞാൻ ഏട്ടന് ഇട്ട് കൊടുക്കാറുണ്ട്. കുറച്ചും കൂടി ഉണ്ടായിരുന്നല്ലോ.
ഒരു മയവും ഇല്ലാണ്ട് ഞാൻ ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ നോക്കുമ്പോൾ നല്ല വെറൈറ്റി ഷീറ്റ് മാസ്ക് കാണാണ്ട് വിലയും കുറവാണ് കമ്പാരിറ്റീവ്ലി, അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി മേടിച്ചതാണ്. കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്, എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമാണ്, വേഗം ഇട്ട് കൊടുക്കാം ആ രീതിക്ക്. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഞാൻ പറയണ കേക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ മേടിച്ചത്. ഇതാകുമ്പോൾ പിന്നെ ഉപയോഗിക്കുകയും ചെയ്യില്ല, ബ്രഷും പേസ്റ്റ്. പിന്നെ കുറച്ചിങ്ങനെ കഴിക്കുന്ന സാധനങ്ങൾ. ഇതെന്താണ്, ഒരു കേക്കാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കാമല്ലോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവിടെ അതിൽ കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് കഴിച്ചിട്ട് ഇത് ഇഷ്ടമായി, നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ അലോവേറ ജെല്ലിൻ്റെ ഒരു കാര്യമില്ല. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര കുറേ ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോൾ കുറേ പേര് എടുത്തിട്ട് പോകണം കാണുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മേടിക്കാം. ഇത് ഡിസ്കൗണ്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 8 റിങ്കറ്റോ 10 റിങ്കറ്റോ ഉള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇൻഎക്സ്പെൻസീവാണ്. ഇതെന്തോ ഹണിയാണ്. ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് കണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ. ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഈവൻ ദോ ഇത് വാസ്ലിൻ്റെ ആണെങ്കിലും ഇത് ഡിയോഡ്രൻ്റ് ആണ് കേട്ടോ. പക്ഷെ എങ്ങനെ വെച്ചാൽ ക്രീം രൂപത്തിലാണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെ അധികമായല്ലോ, ഇത്രയും വേണ്ടായിരുന്നു ശരിക്കും. ബാക്കിയുള്ളത് പിടിക്കും. ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അധികമായി കേട്ടോ, ഇത്ര എടുക്കണ്ടായിരുന്നു ഇത്. പക്ഷെ ഞാൻ ഇന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുക്കേണ്ടതായിരുന്നു. 1-2 കൂടി എടുത്തു കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കായിരുന്നു. പക്ഷെ അതൊരു അബദ്ധമായി. നല്ല മണം. അപ്പോൾ ഇത് ഡാർക്ക്നെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഗ്ലൂട്ടാ കൊളാജൻ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരുവിധം എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിലും നമുക്ക് വൈറ്റനിങ് കാണാൻ പറ്റും, ഗ്ലൂട്ട കാണാൻ പറ്റും. അതൊക്കെ അറിയാലോ. ഇങ്ങനത്തെ ഓരോ കൺട്രീസിന് അതിൻ്റെതായൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ചില പരിപാടികളുണ്ട് കേട്ടോ. ഇതൊരു കളർ ചേഞ്ചിങ് ലിപ് ബാം ആണ്. ഇതൊരു മോയ്സ്ചറൈസറാണ്. അതെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മേടിച്ചു കേട്ടോ. ഇത് നമ്മളിന്ന് അമ്പലത്തിൽ പോയില്ലേ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് അവിടെ കുറേ പേർക്ക് കൊടുക്കണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൂടെ വന്നൊരു കുട്ടിയുണ്ട്, ആയിഷ എന്നാണ് പേര് മാറിയോ എന്നൊരു സംശയമുണ്ട്. വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ചെറിയ മോളോ 5ലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ എനിക്ക് തന്നതാണ്. അപ്പോൾ താങ്ക് യു ആയിഷ, താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ ആദ്യം ഒരു മോളിൽ പോയില്ലേ ഇന്നലെ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരുന്ന മോൾ, അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് ചീക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടെ. ഇത് തന്നെ നമ്മുടെ ലുലു മോളിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ല മേടിച്ചിട്ടുണ്ട്. ഭയങ്കര സൂപ്പർബാണ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ് നല്ല മെറ്റീരിയലാണ്. കുട്ടികൾക്കിത് സുഖമായിരിക്കും ഇടാനായിട്ട്. അപ്പോൾ ഇതൊരു ട്രൗസറും ഷർട്ടും. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏട്ടൻ്റെ അനിയന് ഒരു ഭാവിയുണ്ട്, അവന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അവനിത് ഇപ്പം ഇടാം എന്ന് വെച്ചാൽ ഇല്ല, കുറച്ച് മാസത്തെ കൂടുതൽ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു പ്രോഡക്റ്റ്, നാഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആ വലിയ മോളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല, അത് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്നാണ് മേടിച്ചത്. പക്ഷെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. അവരത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല. അങ്ങനെ ഫ്രണ്ട്ലി ആയിരുന്നില്ല എന്നുള്ളതല്ല, എനിക്ക് അത്ര പിന്നെ ഇങ്ങനെ മേടിക്കുക അങ്ങനെ തോന്നിയില്ല. പിന്നെ എനിക്ക് വേണ്ട ബ്രാൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല താനും, അതും പറയണല്ലോ. നാഴ്സിന്റെ കൺസീലർ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. നാഴ്സിന്റെ കൺസീലർ ഭയങ്കര നല്ലതാണ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്ന ഷെയ്ഡ് അത് നല്ലോണം നോക്കി തന്നെ മേടിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിലുള്ളവർ അങ്ങനത്തെ നമുക്ക് ഭയങ്കര പാടാണ് നമുക്ക് പറ്റിയ ഷെയ്ഡ് കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് അത്ര റെഡി ആയില്ല. എന്നാൽ ഞാൻ ഇന്ന് പോയ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം മോളിൽ പോയല്ലോ, മോളിൽ പോയിട്ടൊന്നും എനിക്ക് ശരിയായില്ല കേട്ടോ. അവിടെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ച ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ ഒരു 1.5-2 മണിക്കൂറിനും ഇത് അലഞ്ഞു. പാവട്ടോ അമ്മയും എൻ്റെ അനിയനും എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുക. പക്ഷെ എന്നിട്ട് അത് ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ അവിടേക്ക് നടന്ന് പോണ വഴിക്ക് ഞങ്ങളൊരു ചെറിയൊരു ഇത് കണ്ടു. എന്ന് വെച്ചാൽ ചെറുതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെച്ചേക്കുമ്പോൾ വലിയ മോൾ തന്നെയാണ്. പക്ഷെ എന്നാൽ അവിടത്തെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അവിടെ സെഫോറി മാക്സും അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആയിട്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയിട്ട് സെഫോറയിൽ പോയി അവിടെ നോക്കിയപ്പോൾ ഫെൻഡി ബ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു കുട്ടീൻ്റെ അടുത്ത് വന്ന് നിന്നു കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചപ്പോൾ ഭയങ്കര സ്വീറ്റ് നൈസായിരുന്നു കേട്ടോ. അപ്പോൾ ആളെനിക്ക് ഓരോ പ്രോഡക്റ്റ് എടുത്ത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ കാണിച്ചു. പിന്നെ എനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫെൻറ്റി ഐക്കോൺ ഞാൻ ഇന്ന് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അത്. അപ്പം അത് മേടിച്ചു ഞാൻ. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ 2000-3000 ഒക്കെയാന്ന് തോന്നുന്നുണ്ട് ഇതുണ്ടാവുക. ഇതിൻ്റെ പൈസ എൻ്റെ അനിയനാണ് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് കൊടുത്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ മേടിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു ഫിനിഷ് ഭയങ്കര ഇഷ്ടമായപ്പോൾ എന്നാൽ പിന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇതിനും വിലയുണ്ട് കേട്ടോ. ഒബ്വിയസ്ലി വില ഉണ്ടാവില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറിക്കട്ടെ. എൻ്റെ നഖം വെച്ച് പറിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അയ്യോടാ, അത് പറ്റില്ല. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഇത് നല്ല രസമാണ്. കളർ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ടിൻ്റാണ്. ലിപ്പിലും പറ്റും, ചീക്സിലും പറ്റും, അങ്ങനത്തത്. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ഹൈലൈറ്ററാണ്. ഇത് വലുതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ ചെറുതുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചെറുതുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത്രയും ചെറുത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമുക്ക് ഇതാണെങ്കിലും മതി കേട്ടോ. ഇഷ്ടംപോലെ നാളെ നിൽക്കും. റെയർ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ. ഇത് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നാഴ്സിൻ്റെ ഒരു ഐ ഷാഡോ സ്റ്റിക്കാണ്. ഇതും പിന്നെ അതേപോലെ തന്നെ ഫെൻറ്റി ബ്യൂട്ടിയുടെ ബ്ലഷും. ഇത് രണ്ടും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അതിലെനിക്ക് സന്തോഷമായി. വന്ന് അലഞ്ഞതിനൊരു ഗുണമുണ്ടായി. പിന്നെ ഒരു യാത്രയ്ക്ക് ആകുമ്പോൾ നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റില്ല. അങ്ങനെ പറ്റിയ അബദ്ധമാണ് ഇത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗ് കഴിഞ്ഞാലും ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒറ്റൊരു വീഡിയോയിൽ പറയാം എങ്ങനെ ഉണ്ട്, എന്തൊക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് സെഫോറിയിൽ നിന്ന് നമുക്ക് ഫ്രീ കിട്ടിയ ബാഗാണ് കേട്ടോ. ഇത് 2 ഓപ്ഷൻ, ഒന്നില്ലെങ്കിൽ 5% ഡിസ്കൗണ്ട് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബാഗ് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും ലാഭം ഡിസ്കൗണ്ട് മേടിക്കുന്നതാണ്. പക്ഷെ എന്നിട്ടും ഞാൻ ഈ ബാഗ് മതി എന്ന് പറഞ്ഞു. ഓരോ പ്രാന്ത്. അപ്പോൾ എനിക്ക് തോന്നി രസമുണ്ട്, കൂളാണ് എന്ന് തോന്നി. അപ്പോൾ ഞാനത് മേടിച്ചു. ഞാൻ ഇന്ന് വിലക്കുറവുണ്ട് എന്ന് പറഞ്ഞ മോളിൽ അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ കുറേ ട്യൂബ്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ ട്യൂബ് മേടിക്കണം. എനിക്ക് അങ്ങനെ ബാഗൊന്നും ഇത്ര ഇതായിട്ടുള്ളത് അങ്ങനെ വേണമെന്ന് അത്രയില്ല. അതിലും എനിക്കിഷ്ടം ഇങ്ങനത്തെ മേക്കപ്പ് ഒക്കെയാണ്. ബാഗ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വർഷം ലൂയി വിത്തോണിൻ്റെ ബാഗ്. കഴിഞ്ഞ വർഷം ലൂയി വിത്തോണിൻ്റെ ബാഗ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കൂട്ടി വെച്ചാൽ മേടിക്കാം. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നിയേ, എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നത്, അത്രയും വില കൂടിയ ബാഗ് വേണം എന്നുള്ളൊരു തോട്ട് വന്നത് എനിക്ക് അതിനോട് ഇഷ്ടമുള്ളത് ആണോ അതോ എനിക്ക് എല്ലാവരും മേടിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും അങ്ങനെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ടാണെന്ന്. അതായത് എല്ലാവരും മേടിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ മേടിച്ചിങ്ങനെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ മേക്കപ്പ് എനിക്ക് എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ. അതേപോലെ നമ്മൾ വീഡിയോസിൽ കാണിക്കാനും ഒക്കെ ഭയങ്കര പിന്നെ എനിക്ക് അത് മേടിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതൊരു സന്തോഷം തന്നെയായിരുന്നു. അത് അടിപൊളി ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ ബാഗ് എന്നാലും ഞാൻ നോക്കി ചില സ്ഥലത്തൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗിനൊക്കെ. പക്ഷെ എന്നാലും താങ്ക മുടിയാതെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ എമൗണ്ടിൽ 25,000 30,000 ഒക്കെ. എനിക്ക് അത്ര പറ്റിയില്ല. എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സനുവദിച്ചില്ല എനിക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ചൈന ടൗണിൽ പോകുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ പോയാലും എൻ്റെ ലഗേജിൻ്റെ വെയിറ്റ് എക്സീഡ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ പൈസ കൊടുത്ത് നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അത് ഞാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ട്രാവൽ വിശേഷങ്ങളുടെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസത്തെയും ഫോട്ടോസ്. റീൽസ് എനിക്ക് ഇനി എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഓൾറെഡി മലേഷ്യയിൽ പോയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടോവിനോ എൻ്റെ സ്റ്റോറീസിൽ ഇപ്പോൾ ആൾ മലേഷ്യയിലാണ്. ആൾ ഫാമിലിയുടെ ഒപ്പം വന്നിട്ടില്ല. അഹാന കൃഷ്ണ. പക്ഷെ ആരെയും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. പക്ഷെ കുറേ പേര് വന്നിട്ടുണ്ട് ഈ സമയത്ത്. എന്തായാലും അപ്പം അങ്ങനെ അത്രയിലൂടെ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.